നമസ്കാരം. ബജറ്റ് അവതരണത്തിനായി കേന്ദ്രമന്ത്രി എത്തുമ്പോൾ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് മന്ത്രിയുടെ വസ്ത്രധാരണം. സാരി ഏറെ ഇഷ്ടമുള്ള മന്ത്രി വ്യത്യസ്തത നിറയ്ക്കുന്ന സാരികളിലാണ് പാർലമെന്റിൽ എത്തുന്നത്. ഇതുവരെ നടത്തിയ 8 ബജറ്റുകളിലായി 8 വ്യത്യസ്തത നിറഞ്ഞ സാരികളാണ് അവർ ധരിച്ചത്. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടാറുമുണ്ട്. ഇപ്പോഴത്തെ ഈ വർഷത്തെ ബജറ്റ് അവതരണത്തിന് എത്തിയപ്പോഴും മന്ത്രി അവരുടെ പതിവ് രീതി തെറ്റിച്ചില്ല. സാരിയിൽ തിളങ്ങി തന്നെയാണ് നിർമ്മലാ സീതാരാമൻ എത്തിയത്. ചരിത്രത്തിൽ ഇടം നേടി തുടർച്ചയായ 8ാമത് ബജറ്റ് അവതരണത്തിനായി എത്തിയ ധനമന്ത്രി ധരിച്ചിരിക്കുന്നത് ഓഫ് വൈറ്റ് നിറത്തിലുള്ള കൈത്തറി സിൽക്ക് സാരിയാണ്. നിർമ്മലയ്ക്ക് മുമ്പ് മൊറാർജി ദേശായി ഈ റെക്കോർഡ് നേടിയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ചിരുന്നില്ല. ചുവന്ന നിറത്തിലാണ് ബ്ലൗസ് തുന്നിയിരിക്കുന്നത്. മധുബനി ചിത്രകലയാണ് സാരിയിൽ ഉള്ളത്. മത്സ്യത്തിന്റെ തീം ഡിസൈൻ ചെയ്ത എംബ്രോയിഡറിയിൽ സ്വർണ്ണക്കരയാണ് ഉള്ളത്. പത്മ അവാർഡ് ജേതാവായ ദുലാരി ദേവിയാണ് ഈ സാരി ഇത്തരത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബീഹാറിലെ മിഥില മേഖലയിൽ നിന്നുള്ള പരമ്പരാഗത നാടൻ കലാരൂപമാണ് മധുബനി. കടുത്ത വൈബ്രന്റ് നിറങ്ങളുടെയും പ്രതീകാത്മക അവതരണങ്ങളും മധുബനിയുടെ സവിശേഷതയാണ്. പ്രഗത്ഭയായ ചിത്രകാരി കർപ്പൂരി ദേവിയിൽ നിന്നാണ് ദുലാരി ദേവി സാരിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഡിസൈൻ തിരഞ്ഞെടുത്തത്. 2021 ദുലാരി ദേവിക്ക് പത്മശ്രീ ലഭിക്കുന്നത്. മിഥില ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിച്ചപ്പോഴാണ് നിർമ്മലാ സീതാരാമൻ ദുലാരി ദേവിയെ പരിചയപ്പെടുന്നത്. ബജറ്റ് അവതരണ ദിനത്തിൽ ധരിക്കണമെന്നാവശ്യപ്പെട്ട ദുലാരി ദേവി നൽകിയ സാരിയാണ് നിർമ്മലാ സീതാരാമൻ ധരിച്ചിരിക്കുന്നത്. ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി ധരിക്കുന്ന വസ്ത്രം അതത് നാടുകളുടെ പൈതൃകവും സംസ്കാരവും കൂടി വിളിച്ചോതുന്നതായിരിക്കും. ഇത്തവണ ബജറ്റ് അവതരണത്തിനായി നിർമ്മലാ സീതാരാമൻ ധരിച്ചത് ബീഹാറിലെ ചിത്രകലയാണ്. എന്നാലും ബീഹാറിന് ഇത്തവണ വാരിക്കോരിയാണ് കേന്ദ്ര സർക്കാർ ബജറ്റിലൂടെ നൽകിയിരിക്കുന്നത്. ബജറ്റിൽ മാത്രമല്ല മന്ത്രിയുടെ സാരിയിലും ഇത്തരത്തിൽ ബീഹാറി സ്നേഹം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം ട്രഡീഷണൽ ടെമ്പിൾ ഡിസൈനിലുള്ള ചുവപ്പ് സാരിയായിരുന്നു ധനമന്ത്രി തിരഞ്ഞെടുത്തിരുന്നത്. കറുപ്പ് ബോർഡറിൽ ഗോൾഡൻ വർക്കുള്ളതായിരുന്നു ആ സാരി. ഈ തവണത്തെ സാരിക്ക് ഓഫ് വൈറ്റ് കൈത്തറി സിൽക്ക് സാരിയും മത്സ്യത്തിന്റെ മാതൃകയിൽ എംബ്രോയിഡറി വർക്കും ഗോൾഡൻ ബോർഡർ ഡിസൈനുകളുമാണ് ഉള്ളത്. ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കാൻ ധനമന്ത്രി എത്തിയതാകട്ടെ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള കാന്താ തുന്നലിലുള്ള നീല കൈത്തറി സാരിയിലായിരുന്നു. സ്വദേശി വസ്ത്രത്തിന്റെ ആഢ്യത്വം തുളുമ്പുന്ന സാരിയിൽ ബംഗാളിലെ പരമ്പരാഗത ഡിസൈനായ ഇലകളാണ് തുന്നി ചേർത്തിരിക്കുന്നത്. രാജ്യത്തെ മത്സ്യബന്ധന മേഖലയിലെ പുരോഗതിയെയും മത്സ്യമേഖലയെ വികസിതമാക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ സ്വീകരിച്ച പദ്ധതികളെയും ധ്വനിപ്പിക്കുന്നതായിരുന്നു നീല നിറത്തിലെ സാരി എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതേസമയം 2019 ആദ്യ ബജറ്റ് അവതരണത്തിനെത്തിയപ്പോൾ പിങ്ക് നിറത്തിലുള്ള മംഗൾഗിരി സാരിയായിരുന്നു നിർമ്മലാ സീതാരാമൻ ധരിച്ചിരുന്നത്. സ്വർണ്ണക്കരയായിരുന്നു ഈ സാരിക്കുണ്ടായിരുന്നത്. 2020 കടും മഞ്ഞ സ്വർണ്ണ നിറത്തിലുള്ള സാരിയായിരുന്നു ധരിച്ചിരുന്നത്. 2021 ധരിച്ച ഓഫ് വൈറ്റ് ചുവപ്പ് കോമ്പിനേഷനിലുള്ള പോച്ചാമ്പള്ളി സാരിക്ക് പച്ചക്കരയായിരുന്നു ഉണ്ടായിരുന്നത്. തെലങ്കാനയിലെ പരമ്പരാഗത നെയ്ത്താണ് പോച്ചാമ്പള്ളി. 2022 ബ്രൗണും ഓഫ് വൈറ്റും ചേർന്ന ബോങ്കൈ സാരിയാണ് മന്ത്രി തിരഞ്ഞെടുത്തത്. വെളുപ്പ് നിറത്തിലായിരുന്നു സാരിയുടെ കര. അതേസമയം കേന്ദ്രമന്ത്രിയുടെ ഇന്നത്തെ ബജറ്റ് അവതരണത്തിലെ സാരി വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. പലരും കമന്റുകളായി പറയുന്നത് ഇതിൽ 1 കോടി രൂപ വരെ വിലയുണ്ട് എന്നൊക്കെയായിരുന്നു. അതിൽ സത്യാവസ്ഥ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പലരും പ്രചരിപ്പിക്കുന്നത് 1 കോടി രൂപയിലേറെയുള്ള സാരി എന്ന രീതിയിലാണ്. ഇതെല്ലാം തമാശ രൂപേണയാണ് കമന്റിലൂടെ വന്നതെങ്കിൽ പോലും കുറെ പേര് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത.